ഹായ് ഗേൾസ്, ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ പേരിലാണ്. ഇവിടെ 90 എന്ന് പറയുക, കാരണം 90ാമത്തെ ദിവസമാണ് നമ്മളിവിടെ പേര്. അപ്പം അങ്ങനെ ഇനിയിപ്പം മേക്കപ്പിന് ചേച്ചി വരും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ എഴുന്നേറ്റ് കുളിച്ചു, പിള്ളേരെയൊക്കെ കുളിപ്പിച്ചു. അങ്ങനെ ഇറക്കും ബഹളമാണ്. അപ്പോൾ പിന്നെ വീഡിയോസ് കാണാം, എന്തൊക്കെ കിട്ടും എന്തൊക്കെ കിട്ടില്ല എന്നൊന്നും അറിയില്ല. നോക്കാം, പരമാവധി ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അച്ഛൻ്റെ മടിയിൽ ഇരുത്തിയിട്ടാണ് ചടങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മോന് കുറി തൊട്ട് കൊടുക്കുകയാണ് അച്ഛൻ. കഴുത്തിലും നെറ്റിമലും നെഞ്ഞത്തും ഒക്കെ ആയിട്ട് കുറി തൊട്ട് കൊടുക്കുകയാണ്. പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാമെന്നൊന്നും ഞങ്ങൾക്ക് അത്ര ഓർമ്മയില്ല. അശ്വതിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ കാലമായില്ലേ. അപ്പം അച്ഛനും ആകെ ഡൗട്ട് എന്നിട്ട് എന്നോട് ചോദിക്കുക, എനിക്ക് എന്താ വല്ലതും അറിയണത്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ അമ്മായി, അതായത് അച്ഛൻ്റെ പെങ്ങൾ, അവരാണ് പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുക ചെയ്ത്. ഇതൊക്കെ എൻ്റെ അനിയത്തിമാരാണ്. അതിൽ പച്ച ഇതിട്ട് മാത്രം ചേച്ചിയുടെ മോള്, ബാക്കി എല്ലാവരും ചേച്ചി അനിയത്തിമാരാണ്. അപ്പോൾ എല്ലാവരോടും ഈ ചടങ്ങിൻ്റെ സമയത്ത് പിന്നിൽ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ വന്ന് നിൽക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മായി പറയുന്നതിനനുസരിച്ച് ചെയ്തതെന്ന്. അതാ ആ അമ്മായിയാണ് അപ്പോൾ പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ പറഞ്ഞു കുറി തൊട്ട് കൊടുത്തതിന് ശേഷം കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കഴുകിയ പോലെ ആക്കിയിട്ട് വായിൽ പഴം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഴമൊക്കെ ഉരിഞ്ഞ് റെഡിയാക്കിയിട്ട് അച്ഛന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയുടെ വായിൽ അച്ഛൻ പഴമൊക്കെ വെച്ച് കൊടുത്തു. ഒരു തരി ഇട്ടാം വെച്ച് കൊടുത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പോൾ അതിലിടയ്ക്ക് അക്ഷതിനൊന്ന് ഉണ്ണീനെ കാണണം. അവനാരെങ്കിലും ഒന്ന് കുട്ടീനെ എന്തെങ്കിലും ചെയ്യണം കണ്ടാൽ പിന്നെ അവനൊന്ന് കൊഞ്ചിക്കണം. അതാണ് എപ്പോഴും അവൻ്റെ ശീലം. പക്ഷെ അവൻ്റെ കൊഞ്ചിക്കൽ ഇത്തിരി കൂടുതലാണെന്നുള്ളൂ. കാരണം നന്നായിട്ട് അമർത്തി വന്ന് ഉമ്മ വെച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ചെറിയ ഉണ്ണിക്കാണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അമർത്തുമ്പോൾ ചെറുതായിട്ട് വേദനയ്ക്കുണ്ടായിരിക്കും. അപ്പോൾ കരച്ചിലാവും, വഴക്കാവും. അങ്ങനെയാണ് അവൻ്റെ കാര്യങ്ങൾ. അടുത്ത് നമ്മൾ പേരിടാൻ പോവുകയാണ്. അപ്പോൾ പേര് കാതിൽ പറഞ്ഞു കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഒരു ചെവി പൊത്തിയിട്ട് മറ്റേ ചെവിയിൽ ഒരു പ്രാവശ്യം പറയും, പിന്നെ മറ്റേ ചെവി പൊത്തിയിട്ട് ഈ ചെവിയിൽ ഒരു പ്രാവശ്യം പറയും. കാരണം നമ്മൾ ചെവിയിൽ പറയുന്നത് മറ്റേ ചെവിയിൽ കൂടെ പുറത്ത് പോകരുതെന്ന് വിചാരിച്ചിട്ട് എന്താ അറിയില്ല, എനിക്കങ്ങനെ തോന്നിയതാണ്. ചിലപ്പോൾ അതായിരിക്കാമെന്ന്. അങ്ങനെ അച്ഛൻ ചെവിയിൽ പറയണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നെയിം റിവീലിംഗ് ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ ഈ ചെവിയിൽ ഉറക്കിയാ പറയാം. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി കേൾക്കണ രീതിയിൽ. ഇപ്പോൾ പിന്നെ ഈ നെയിം റിവീലിംഗ് എന്ന് പറയുന്ന ഈ സെറ്റപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചെവിയിൽ പതുക്കെ പറയാം. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് റെഡിയാക്കി വെച്ച് വേസ്റ്റായി പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറയണത് പതുക്കെ പറഞ്ഞാൽ മതിയിട്ട് ഉറക്കെ പറയല്ലേ എന്ന് പറയുമായിരുന്നു അച്ഛനോട്. അപ്പം അച്ഛൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ചെവിയിലും പതുക്കെ പറഞ്ഞത്. ഇതിൽ കറക്റ്റായിട്ടുള്ള വീഡിയോസൊന്നും ഇല്ല. കാരണം ആ സമയത്ത് മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഈ ആൾക്കാരെല്ലാവരും കൂടി കണ്ടതിൻ്റെ ഒരു ഇതും, പിന്നെ ഈ വിളക്ക് എത്തിച്ചിട്ടാണല്ലോ ഈ ചടങ്ങുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഫാൻ ഇടാനും പറ്റില്ല. അപ്പോൾ ചൂട് എടുത്തിട്ടൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ആ ടെൻഷനിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ ആരോടും പറഞ്ഞില്ല. പിന്നെ ഞങ്ങളുടെ ഇതിലടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛമ്മ വന്നിട്ട് കുട്ടിക്ക് ചരട് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് ഇതാ ചരട് കെട്ടി കൊടുത്തു. ഇതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാണ്. അങ്ങനെ എൻ്റെ അമ്മ വന്നിട്ട് അരയിലത്തെ ഇട്ട് കൊടുത്തു. ഇത് അച്ഛൻ ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്തതായിരുന്നു. പക്ഷെ അവൻ ഭയങ്കര കരച്ചിലായിട്ട് സമ്മതിക്കില്ല. അപ്പം ഞാനതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള ഗോൾഡുകൾ എല്ലാവരും അങ്ങനെ ഇട്ടു. അശ്വതിന് ഭയങ്കര ആഗ്രഹം, അശ്വതിന് എന്തെങ്കിലും ഒന്ന് ഇടണമെന്ന്. അങ്ങനെ അശ്വതിൻ്റെ വകയെ ഒന്ന് ഇട്ട് കൊടുത്തു. ഇപ്പോഴൊക്കെ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആ ചടങ്ങുകളൊക്കെ കഴിച്ചു. അടുത്ത നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള നെയിം റിവീലിംഗ് ആണ്. എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഈ റിവീലിംഗ് ബോർഡ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നത് സെബിൻ ആർട്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ്. അവരത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ നീറ്റായിട്ട് എനിക്കത് ചെയ്തു തന്നു. ആരു ഷമർ എന്നാണ് നമ്മുടെ മോന് പേരിട്ടത്. എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഗൈസ്? ഒരു ഇൻഫ്ലുവൻസറുടെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. എൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയി. പിന്നെ ജാതകം വായിക്കലാണിത്. പണിക്കരെ കൊണ്ട് നമ്മൾ ജാതകം മുമ്പേ എഴുതിച്ചിട്ടുണ്ടാവും. അത് അവർ വീട്ടിൽ വന്ന് വായിക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ചടങ്ങോട് കൂടി ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.